UDF ചരിത്ര വിജയം നേടിയ കോഴിക്കോട് ജില്ലയിൽ മന്ത്രിമാർ ആരൊക്കെയാവുമെന്ന ചർച്ചയും സജീവം. കോൺഗ്രസിൽ നിന്ന് കെ പ്രവീൺകുമാർ, കെ ജയന്ത് എന്നിവരുടെ പേരും മുസ്ലിം ലീഗിൽ നിന്ന് പാറക്കൽ അബ്ദുള്ള, MA റസാഖ് മാസ്റ്റർ, ഫാത്തിമ തഹ്ലിയ എന്നിവരും പരിഗണനയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയ കോഴിക്കോട് ജില്ലയിൽ മന്ത്രിസ്ഥാനത്തേക്ക് ആരൊക്കെ എത്തുമെന്ന ചർച്ചയും സജീവമായി. കോൺഗ്രസിനും ലീഗിനും ഓരോ മന്ത്രിമാരെ വീതം കിട്ടുമെങ്കിൽ ആരൊക്കെയാകും മന്ത്രിമാർ എന്നതാണ് പ്രവർത്തകർക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ച. കോൺഗ്രസിൽ നിന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിൻ്റെ പേരും KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തിൻ്റെ പേരുമാണ് സജീവമായി ഉള്ളത്. ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഗംഭീര തിരിച്ചുവരവിൽ നിർണായക പങ്ക് വഹിച്ചു എന്നതാണ് കെ പ്രവീൺകുമാറിന് ഏറ്റവും അനുകൂലമായ ഘടകം. DCC ഓഫീസ് നിർമ്മാണം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലടക്കം കാഴ്ചവെച്ച മികച്ച പ്രകടനം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 13-ൽ 12 സീറ്റുകൾ നേടിയ ജയം തുടങ്ങി എടുത്ത ചുമതലകൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കി എന്നത് പ്രവീൺകുമാറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജില്ലയിലെ മറ്റ് കോൺഗ്രസ് MLA-മാരെ അപേക്ഷിച്ച് സീനിയറാണ് 54 വയസ്സുകാരനായ പ്രവീൺകുമാർ. KPCC ജനറൽ സെക്രട്ടറി കെ ജയന്താണ് കോൺഗ്രസ് നിരയിൽ നിന്ന് പേരുയർന്നു കേൾക്കുന്ന മറ്റൊരാൾ. കോഴിക്കോട് നോർത്ത് പോലെ അതീവ ദുഷ്കരമായ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയതും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ജില്ലയിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ പ്രയത്നിച്ചതും ജയന്തിനെയും തുണയ്ക്കും. മുസ്ലിം ലീഗിൽ നിന്ന് പാറക്കൽ അബ്ദുള്ള, MA റസാഖ് മാസ്റ്റർ എന്നിവരുടെ പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ MA റസാഖ് മാസ്റ്റർക്ക് നറുക്കു വീഴും. എന്നാൽ രണ്ടാം തവണയും കുറ്റ്യാടിയിൽ നിന്ന് വിജയിച്ച പാറക്കൽ അബ്ദുള്ളയുടെ പേരും പാർട്ടി സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അടുത്ത കാലത്ത് ചില ഞെട്ടിക്കൽ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇങ്ങനെയൊരു തീരുമാനം വന്നാൽ ഫാത്തിമ തഹ്ലിയ മന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല. ലീഗിലെ ആദ്യ വനിത MLA ആയ ഫാത്തിമ തഹ്ലിയ ആദ്യ വനിതാ മന്ത്രിയായാലും അത്ഭുതപ്പെടാനുമില്ല. സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.